പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അല്പം മാറി ഇനിയിപ്പോൾ ഓണസദ്യയുടെ സമയമാണ്. ഓണസദ്യ എന്ന് പറയുമ്പോൾ സദ്യ ഒഴിവാക്കിക്കൊണ്ടൊരു ഓണം മലയാളികൾക്കില്ല. അപ്പോൾ നമ്മുടെ മദേഴ്സ് വെറ്റ് പ്ലാസ കടയിൽ നമ്മളെപ്പോഴും എല്ലാ തവണയും തിരുവോണത്തിൻ്റെ അന്ന് കാണുന്നതാണ് ഓണസദ്യ കഴിക്കാനായി ആളുകൾ അവിടെ എത്തുന്നു. അത്തരത്തിൽ ഓണസദ്യ വാങ്ങി ഓണസദ്യ കഴിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ വലിയ തിരക്കായിട്ടില്ലെങ്കിൽ പോലും ആളുകൾ ഇവിടെയുണ്ട്, കുറച്ച് ആളുകൾ കൂടിയുണ്ട്. എടാ, ഓണസദ്യ ഞാൻ മേടിക്കാൻ നിൽക്കുക. ഇത് ഇത്രയും വലിയൊരു ക്യൂ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പിന്നെ പക്ഷേ ഈ സദ്യ ഇവിടെ അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒരു ഓണസദ്യ പോലെ 3 കൂട്ടം പ്രഥമത്തോടു കൂടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് വീട്ടിൽ ഞങ്ങൾ 2 പേരേ ഉള്ളൂ, മക്കളൊക്കെ പുറത്താണ്. അപ്പോൾ അങ്ങനെ മേടിക്കാം. പക്ഷേ ഇന്ന് ഇത്രയും വലിയൊരു ക്യൂ ഇത്രയും ആൾക്കാർ ഇങ്ങനെ വന്ന് മേടിക്കുന്നത് ആദ്യത്തെ ഒരു അനുഭവമാണ്. സദ്യയെ കുറിച്ച് പറയുമ്പോൾ മുഖത്തൊരു സന്തോഷം വരുന്നുണ്ട്. സദ്യ നല്ലതാണല്ലേ? ഇവിടുത്തെ സദ്യ നല്ലതാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. സദ്യ നല്ലതാണ്. പ്രതീക്ഷ അത് തന്നെയാണ്. അപ്പോൾ സദ്യ കഴിക്കാനായുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഈ സദ്യ വാങ്ങിക്കൊണ്ട് പോയി സദ്യ കഴിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആൾ നിൽക്കുകയാണ്. അവർ തന്നെ പറയുന്നുണ്ട് വലിയ ക്യൂ ആണെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്നലെ പറഞ്ഞതുപോലെ ഉത്രാടപ്പാച്ചിൽ പോലെ നമ്മുടെ ഈ സദ്യക്ക് വേണ്ടി ആളുകൾ ഇങ്ങനെ കൂടി കാത്തു നിൽക്കുകയാണ്. ഈ സദ്യയുമായി പോയിട്ട് വേണം ഓണത്തിൻ്റെ ആ സദ്യ ഇപ്പോൾ പറഞ്ഞതുപോലെ 3 കൂട്ടം പായസവുമായി അവർക്ക് കഴിക്കാൻ. എന്തായാലും തിരക്ക് കൂടാൻ തന്നെയാണ് സാധ്യത. നമ്മൾ വന്നപ്പോൾ ഇത്രയും ആളുകളില്ലായിരുന്നു, ഇപ്പോൾ ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രതീഷ് ശരി. എന്തായാലും നീ രാഹുൽ അവിടെ കഴിച്ചിട്ട് അവിടെ നിന്ന് വരിക.